ഹലോ, പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ജമൽമടുക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ IIT ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞാൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണുക, ആ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളെ വഴിക്കിൽ വെച്ച് കണ്ടുകിട്ടി. അപ്പോൾ അവരിവിടെ പുഴ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും കൊണ്ട് അവർ പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട പുഴ, പെന്നാർ പുഴ എന്ന് പറഞ്ഞാൽ. ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ, ഗോദാവരി, പെന്നാർ പുഴ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ എന്ന് പറഞ്ഞാൽ. ഈ പെന്നാർ പുഴ നമ്മുടെ കർണാടകയിലെ ചിക്കബല്ലാപൂർ ജില്ലയിലെ നന്ദി ഹിൽസ് നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് പിന്നെ കർണാടകയിലൂടെ ഒഴുകി അങ്ങനെ ആന്ധ്രാപ്രദേശ് വഴി അവസാനം ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു നദി കൂടിയാണ്. കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് പെന്നാർപ്പുഴ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പുഴയൊക്കെ കണ്ട് ഇങ്ങനെ തിരിച്ച് നടന്നു. ഒരു കാട്ടുവഴി കൂടെ പോയിട്ടാണ് ഈ പുഴ കാണുക കേട്ടോ. പിന്നെ ഇതൊരു സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബാണ്. തൈകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം, അടച്ചിട്ടിരിക്കാൻ ആരൊന്നുമില്ല. ഉള്ളിൽ കുറേ തൈകളൊക്കെ ഉണ്ട്. ഇതൊരു മുസ്ലിം പള്ളിയാണ്. തൊട്ടടുത്ത് ഇതൊരു മുസ്ലിം ഏരിയ തന്നെയാണ് കേട്ടോ. ഒരു കളിസ്ഥലം. വൈകുന്നേരമായപ്പോൾ അമ്പലത്തിൽ മുസ്ലിം ടെമ്പിളിൽ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രാവുകളാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ കുട്ടികൾ പിന്നെയും കൊണ്ട് ഒരു വെറൈറ്റി സ്നാക്സ് കിട്ടുന്ന കടലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഇവിടെ ഒരു വല്യമ്മ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഈ ഐറ്റത്തിൻ്റെ പേരാണ് പൊങ്കനാലു. നമ്മൾ ദോശ, ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല പ്രായമുള്ള ആളുകൾ പോലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്, അവർ വരുമാനം കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ചട്നിയും കൂട്ടി അതൊക്കെ കഴിച്ചു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.